ആരോഗ്യ ഇൻഷുറൻസിലെ പല തരത്തിലുള്ള തട്ടിപ്പുകൾ പറഞ്ഞു. പക്ഷേ ഇന്ന് പറയാൻ പോകുന്നത് CAG റിപ്പോർട്ടിലുള്ള തട്ടിപ്പിനെ പറ്റി. അതായത് ആരോഗ്യ ഇൻഷുറൻസ് സ്കീം അല്ല, അത് സ്കാമാണ്. ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പാവപ്പെട്ട ആളുകളുടെ പേരിൽ ഇത്തരം ഒരു പദ്ധതി എന്തിനാണ് സത്യത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇങ്ങനെ പരിപാടി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ ഞാൻ. മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ ഈ കാർഡിന്റെ ആവശ്യത്തിൽ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായിട്ട് നമുക്ക് ചികിത്സ കിട്ടണം. അതിൽ അവിടെ ആരോഗ്യ ഇൻഷുറൻസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടുത്തെ സ്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത നമ്മൾ SIR കണ്ടു, അതായത് വോട്ടർ പട്ടികയിലൊക്കെ ഇല്ലാത്ത ആളുകളെ ചേർത്ത് കണ്ട് തട്ടിപ്പുകളൊക്കെ നടത്തിയ വിഷയങ്ങൾ വേറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇല്ലാത്ത ആളുകളുടെ പേരിൽ ആരോഗ്യ ഇൻഷുറൻസ് പണം പിൻവലിക്കുന്നു. അത് ഈ സ്വകാര്യ ആശുപത്രികളൊക്കെ ഇത്തരം സ്കാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോടികളാണ് ഇങ്ങനെ. അത് ഒരു ഒറ്റ നമ്പർ വെറും 999 എന്ന് പറഞ്ഞ 10 നമ്പറിൽ മാത്രം 7 ലക്ഷം ആളുകളാണ്. മനസ്സിലായോ? ഇത് ഞാൻ പറയാം CAG റിപ്പോർട്ടിൽ വന്ന കാര്യമാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ മരണപ്പെട്ട ആളുകളുടെ പേരിൽ ചികിത്സ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രേഖ CAG റിപ്പോർട്ട് വന്നാണ്, ഞാൻ പറയുന്നതല്ല. അതുപോലെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അവരുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനുശേഷം ഇവർക്ക് സർജറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിലും എന്ത് വലിക്കുന്നു, പണം വലിക്കുന്നു. നമ്മൾ പല രീതിയിൽ ഇതിന്റെ വിഷയങ്ങൾ കണ്ടതാണ്. പല തരത്തിൽ നമ്മളെ അടുത്ത് പണം പിരിച്ചുകൊണ്ട് റെസിപ്റ്റ് തരാതെയും നമ്മൾ കള്ളപ്പണം ഉണ്ടാക്കുന്ന വലിയൊരു സ്കാമാണ് ഇവിടെ നടക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ എന്തിനാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ ആവശ്യമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതെന്താ, ഇതൊരു വലിയൊരു തട്ടിപ്പിന്റെ ഒരു ചെറിയ സംഭവം. നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് കാർഡ് എടുത്ത് ശീലിപ്പിക്കുകയാണ്. ഇൻഷുറൻസ് അഡിക്ഷൻ എന്നുള്ള സംഭവം ഒരു തരം നമ്മൾ അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തിന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ വലിയൊരു വിപത്തിന് നമ്മൾ സാക്ഷ്യം വയ്ക്കേണ്ടി ഒരു സംശയം വേണ്ട.